GST പരിഷ്കരണത്തിൽ സമഗ്ര മാറ്റത്തിനൊരുങ്ങി GST കൗൺസിൽ. GST ഇളവുകൾക്ക് 56ാമത് GST കൗൺസിൽ യോഗം അംഗീകാരം നൽകി. ഇനി മുതൽ 2 സ്ലാബുകൾ മാത്രമാകും. നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയും. സെപ്റ്റംബർ 22 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. തീരുമാനത്തെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GST കൗൺസിൽ യോഗത്തിന് ശേഷം രാജ്യത്തെ ജനങ്ങൾക്കുള്ള ദീപാവലി സമ്മാനമെന്ന നിലയിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ മധ്യവർഗത്തിന് അനുകൂലമെന്ന രീതിയിലാണ് പുതിയ GST പരിഷ്കരണങ്ങൾ. GST നിരക്കുകൾ 2 സ്ലാബുകളായി ചുരുക്കാൻ GST കൗൺസിൽ തീരുമാനമെടുത്തു. With a focus on the common man, every tax levied on common man's daily use items have gone through a rigorous looking into, and in most cases the rates have come down drastically. ഇനി മുതൽ 5-18% സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാകുക. 12-28% GST സ്ലാബുകൾ ഒഴിവാക്കി. പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് നിരവധി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും. 175ഓളം ഉൽപ്പന്നങ്ങളുടെ വില കുറയും. വീട്ടുപകരണങ്ങൾക്ക് 5% GST ആണ് ഏർപ്പെടുത്തിയത്. ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ടൂത്ത് ബ്രഷ്, ഹെയർ ഓയിൽ തുടങ്ങിയവ ഇനി 5% GST സ്ലാബിൽ ഉൾപ്പെടും. ചോക്ലേറ്റ്, കാപ്പി എന്നിവയ്ക്ക് 5% നികുതിയും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കരകൗശല വസ്തുക്കൾക്കും 5% നികുതി ഏർപ്പെടുത്തി. 2500 രൂപ വരെ വിലയുള്ള വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കും നികുതി 5%ആയി കുറയും. കൂടാതെ പനീർ, വെണ്ണ, ചപ്പാത്തി, ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയെ GSTയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. 33 ജീവൻ രക്ഷാ മരുന്നുകളെയാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയത്. ഗ്രാനൈറ്റ്, മാർബിൾ, സിമെന്റ് എന്നിവയ്ക്കും വില കുറയും. സിമെന്റിന് 28 നിന്നും 18% കുറച്ചു. രാസവളം, കീടനാശിനി എന്നിവയ്ക്കും വില കുറയും. Labor intensive industries have been given a good support. Farmers and agriculture as a whole will also benefit by the decisions we have taken today. Health related also will benefit. ചെറിയ കാറുകൾ, AC, TV-കൾ എന്നിവയ്ക്ക് 18% GST ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1200 cc വരെയുള്ള കാറുകൾ, 350 cc താഴെയുള്ള ബൈക്കുകൾ എന്നിവയുടെ വില കുറയും. കാറുകൾ വാങ്ങുന്നവർക്കും ബൈക്ക് വാങ്ങുന്നവർക്കും ആശ്വാസകരമാണ് തീരുമാനം. 350 cc താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് 28 നിന്ന് 18% വരെയായി കുറഞ്ഞു. ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് GST ഒഴിവാക്കി. വ്യക്തിഗത ഇൻഷുറൻസിനെയും GSTയിൽ നിന്ന് ഒഴിവാക്കി. അതേസമയം ലഹരി വസ്തുക്കൾ, പുകയില ഉൽപ്പന്നങ്ങളുടെ സിൻഗുഡ് ടാക്സ് കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. ആഡംബര കാറുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 40% നികുതി ചുമത്തി. സെപ്റ്റംബർ 22 മുതൽ പുതിയ സ്ലാബുകൾ പ്രാബല്യത്തിലാകും. GST കൗൺസിൽ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. കണക്കുകളുടെ മാത്രം കാര്യമല്ല, ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുക എന്നതാണ് പ്രധാനമെന്ന് ധനമന്ത്രാലയവും വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.